നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സനുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഗിരിക്ക് എന്താ അഭിപ്രായം? അനുരാധ ചോദിച്ചത് സുമിയുടെ അഭിപ്രായം അല്ല, ഗിരിയുടെ. ഇവിടെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിനോ സുമിയുടെ അഭിപ്രായത്തിനോ ഒരു പ്രസക്തിയില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടതും ഒരു തീരുമാനം എടുക്കേണ്ടതും അച്ചമ്മയാണ്. അച്ചമ്മ പറയട്ടെ. ഗർഭിണികളായ കുട്ടികളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ അതിന് സമയം കാലമൊക്കെ ഉണ്ട്. ആചാരപ്രകാരം ചടങ്ങുകളൊക്കെ അതിന്റെ സമയത്ത് തന്നെ നടക്കും. ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്ക്. ഞാൻ കരുതി തലവേന പിടിച്ച് കിടക്കുകയാണെന്നു. ദാ ഈ ചായ കുടിക്കേ, തലവേന പൊക്കോളും. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് അവരെ ഇങ്ങോട്ട് കയറ്റാതെ തടയാൻ പറ്റി. ആ CA മീര വർഗീസിന്റെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. അവരെന്തിനാ വന്നതെന്ന് അറിയൂ നിനക്ക്? നിന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്നെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നീയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് CA മീര വർഗീസ് ഇങ്ങോട്ട് വന്നത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചേച്ചിയെ കൊല്ലാൻ നോക്കിയെന്നോ? എനിക്ക് അതിനൊക്കെ കഴിയോ ചേച്ചി? പ്രതി കിട്ടാതായപ്പോ പോലീസുകാർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും ഈ കള്ളക്കഥ. മതി, നിർത്ത്. രക്ഷപ്പെടാനായിട്ട് ഒരു ന്യായം പറയേണ്ട സനു. നിന്റെ കൂട്ടുകാരൻ റോഷനെ പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ നല്ല തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് വന്നത് അറിഞ്ഞിട്ടാണ് നീ ഈ മുറിയിൽ കയറി വാതിലടച്ച് ഈ നാടകം കളിച്ചതെന്നും എനിക്കറിയാം. ഒടുവിൽ പോലീസ് പോയപ്പോ നിന്റെ ഒളിച്ച കളി ഗിരിയേട്ടനോടുള്ള സ്നേഹമായിട്ട് നീ മാറ്റി. ബുദ്ധികൊള്ളാട്ടോ. പാവം ഗിരി അനിയത്തിയുടെ അഭിനയത്തിന് മുന്നിൽ അങ്ങ് വീണുപോയി. നീ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് അറിയാൻ വേണ്ട. പക്ഷേ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആൾക്ക് മാപ്പ് കൊടുത്ത് വെറുതെ വിടാൻ മാത്രം മഹാമനസ്കതയൊന്നും എനിക്കില്ല. മീര വർഗീസിന്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നിന്റെ താമസവേ ജയിലിലായിരിക്കും. ഞാനത് ചെയ്യാത്തത് ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് മാത്ര. പിന്നെ എന്റെ ഭർത്താവും അനിയനും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടും. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്. എന്നോട് ക്ഷമിക്കണം. നിന്റെ അടുത്ത് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സനു. പക്ഷെ ഞാനിത് ആരുടെ അടുത്തും പറയാതിരിക്കാനായിട്ട് ആ മീര വർഗീസിനെ പറഞ്ഞു നിർത്താൻ എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഒരു ഉറപ്പ് വേണം. നിന്റെ ഈ വയറ്റിൽ വരുന്ന കുഞ്ഞിന് നീ ജന്മം നൽകണം. ഈ രണ്ട് വീട്ടുകാരും ആഗ്രഹിക്കുന്ന പോലെ നീ ഒരമ്മയാവണം. അതല്ല വളഞ്ഞ വഴിയിലൂടെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ആ മീര വർഗീസിനെ കൊണ്ട് നിന്റെ ഈ രണ്ട് കൈകളിലും ഞാൻ വിലങ്ങ് വെപ്പിച്ചിരിക്കും സനു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.